യെസ് മക്കളെ, നമ്മൾ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ടു ചാർജ്ഡ് പാർട്ടിക്കിൾ, ഏതൊക്കെയാണ് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ? Q1 ആൻഡ് Q2 ആർ മൂവിംഗ് ത്രൂ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B ആണെന്ന് പറഞ്ഞിട്ട് ആസ് ഷോൺ ഇൻ ദ ഫിഗർ ഇതാ മുകളിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദി പാത്ത് ഓഫ് Q1 ആൻഡ് Q2 അല്ലേ. അങ്ങനെയാണെങ്കിൽ Q1 ന്റെയും Q2 ന്റെയും പാത്ത് എന്താണെന്ന് ചോദിച്ചല്ലേ. അത് നമുക്ക് Q1 നോക്കാം. നോക്കി, Q1 എങ്ങനെയാ പാസ് ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ ആംഗിളിലല്ലേ. സോ നിങ്ങൾക്കറിയാം, നമ്മളെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പാരലൽ ആയിട്ടാണ് പോകുന്നെങ്കിൽ ആണ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പാസ് ചെയ്യും അല്ലെ. പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോവുകയാണെങ്കിൽ സർക്കുലർ പാത്തിൽ പോകും. ഇപ്പൊ ഇത് രണ്ടും കൂടിയ അല്ലെങ്കിൽ രണ്ടിനും കൂടി കോമ്പിനേഷൻ ആയിട്ട് ഒരു പർട്ടിക്കുലർ ആംഗിളിലല്ലേ വരുന്നത്. സോ ഈ രണ്ടാളുടെയും റിസൾട്ട് അവിടെ ഉണ്ടാവും. എന്ന് വെച്ചാൽ അത് ഒരേ സമയം മുന്നോട്ട് പോകും, എന്ന് വെച്ചാൽ സർക്കുലർ പാത്തിലാവുകയും വേണം. എന്ന് വെച്ചാൽ എന്ത് പാത്തിലാണ്? സോ Q1 പോകുന്നത് ഏത് പാത്തിലായിരിക്കും? ഹെലിക്കൽ പാത്തിലായിരിക്കും. ഏത് പാത്തിലാണ്? ഹെലിക്കൽ പാത്തിലാണ്. ആൻഡ് Q2 നോക്കിക്കേ, Q2 അവിടെ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്? കറക്റ്റ് ആ ഫിഗറിൽ മനസ്സിലാവുന്നുണ്ട്. Q2 എങ്ങനെയാണ്? യെസ്, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് എന്ത് പാത്തിലേക്കായിട്ട് മാറും? സർക്കുലാർ പാത്തിലേക്കായിട്ട് അത് മാറുകയും ചെയ്യും. ഓക്കെ അല്ലേ. സോ Q1 പോകുന്നത് ഹെലിക്കൽ പാത്തിലായിരിക്കും ആൻഡ് നമ്മുടെ Q2 പോകുന്നത് സർക്കുലാർ പാത്തിലുമായിരിക്കും. റെഡി അല്ലേ?